ഹലോ ഗായ്സ്, നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ഞാൻ എമിറേറ്റ്സ് പാലസിലേക്ക് കടന്നു. ഇതൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. ഇതിന് മുന്നേ ഒരു രാജകൊട്ടാരമായിരുന്നു ഇത്. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അബുദാബിയിലെ അലഗ്ദാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് 2001 അത് കെംപിൻസ്കി ഹോട്ടൽ ഗ്രൂപ്പ്സ് ആണ് ഇത് ഏറ്റെടുക്കുന്നത്. 2005 നവംബറിലാണ് ഇതിൻ്റെ ഓപ്പണിംഗ്. 2020 വരെ ജനുവരി വരെ അവർ ഏറ്റെടുത്ത് നടത്തി. അതിനുശേഷം മാൻഡ്രിൻ ഓറിയൻ്റൽ ഗ്രൂപ്പ്സ് അതിൻ്റെ മാനേജ്മെൻറ്റ് ഏറ്റെടുത്തു. അവരത് റിനോവേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് എ മിക്സ്ചർ ഓഫ് ഇസ്ലാമിക് ആർക്കിടെക്ചറൽ എലമെൻറ്റ്സ് സച്ച് ആസ് ജിയോമെട്രി, പ്രൊപ്പോർഷൻ, റിതം ആൻഡ് അലോങ് സൈഡ് മോഡേൺ മെത്തേഡ്സ് ഓഫ് ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻസ് ആണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് $3 ബില്യൺ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ദ തേർഡ് മോസ്റ്റ് എക്സ്പെൻസീവ് ഹോട്ടൽ എവർ ബിൽറ്റ് ഇൻ ദ വേൾഡ് ആണ്. അപ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ എക്സ്പെൻസീവ് ഹോട്ടൽ എന്ന് പറയുന്നത് കോസ്മോപൊളിറ്റൻ ഓഫ് ലാസ് വേഗാസ് ആണ്. ആൻഡ് ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് വൺ ഈസ് ദ മെറീന ബേ സാൻഡ്സ് വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ സിംഗപ്പൂർ. അപ്പോൾ എമിറേറ്റ്സ് പാലസിലേക്ക് നമുക്ക് വീണ്ടും വരാം. ഇവിടെ 390 റെസിഡൻസസ് ഉണ്ട്, പിന്നെ 92 സ്വീറ്റ്സ് ഉണ്ട് ആൻഡ് 22 റെസിഡൻഷ്യൽ സ്വീറ്റ്സ് ഉണ്ട്. മെജോറിറ്റി സ്വീറ്റ്സ് ആർ ഫർണിഷ്ഡ് വിത്ത് ഗോൾഡ് ആൻഡ് മാർബിൾ ആണ്. ഇവിടെ പെൻറ്റ് ഹൗസ് ഫ്ലോർ ഉണ്ട്. പെൻറ്റ് ഹൗസ് അവിടെ അതിൽ 6 റൂളർ സ്വീറ്റ്സ് ഉണ്ട്. അത് മോസ്റ്റ്ലി റിസർവ്ഡ് ഫോർ ഡിഗ്നറ്ററീസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കൂടാതെ ഇവിടെ 2 സ്പാ ഉണ്ട്, 40 മീറ്റിംഗ് റൂംസ് ഉണ്ട്, 1.3 കിലോമീറ്റർ ലോങ് ബീച്ച് ഉണ്ട്, മറീന ഉണ്ട്. അതുകൂടാതെ 2 ഹെലികോപ്റ്റർ ലാൻഡിംഗ് പാഡ്സ് ഉണ്ട്. പിന്നെ ഒരു ബോൾ റൂം ഉണ്ട് വിച്ച് ക്യാൻ അക്കോമഡേറ്റ് അപ് ടു 2500 പീപ്പിൾ. അപ്പോൾ അത്ര വലുതാണത്. പിന്നെ അത് കൂടാതെ ഒത്തിരി ലക്ഷറിയസ് ഷോപ്സ് ഉണ്ട്, ഇൻ്റർനാഷണൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഞാനിവിടെ നടക്കുമ്പോൾ സൈഡിലൊക്കെ ചെറിയ ഷോപ്സും റെസ്റ്റോറൻറ്റ്സൊക്കെ കാണാൻ പറ്റും. പിന്നെ അത് കൂടാതെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 7 അത് 2015 ഇറങ്ങിയ മൂവി, പിന്നെ ദ കിങ്ഡം എന്ന് പറയുന്ന മൂവി, 6 അണ്ടർഗ്രൗണ്ട് എന്ന് പറയുന്ന മൂവി, ഇതിലൊക്കെ ഈ പറയുന്ന എമിറേറ്റ്സ് പാലസ് കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ റൂമിൻ്റെ ചാർജ് ഞാൻ പറഞ്ഞു തരാം. ഇവിടുത്തെ റൂമിൻ്റെ ചാർജ് ഞാൻ ഇന്ന് നോക്കിയപ്പോൾ 1050 ദിർഹംസ് ആണ്. അത് മേക്ക് മൈ ട്രിപ്പിലാണ് നോക്കിയത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് റേഞ്ച് അതാണ് ഏറ്റവും കുറഞ്ഞ റൂം. അതായത് നമ്മുടെ നാട്ടിലെ എമൗണ്ട് പറയുവാണെങ്കിൽ ഒരു 24,000 ദിർഹംസിന് മേലെ വരും, 24,000 റുപ്പീസിന് മേലെ വരും. പിന്നെ ഇതിൻ്റെ പെർ നൈറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടിയ റൂമിൻ്റെ വില എന്ന് പറയുന്നത്, റേറ്റ് എന്ന് പറയുന്നത് 55,000 ദിർഹംസ് ആണ് പെർ നൈറ്റ്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 13 ലക്ഷം ഇന്ത്യൻ റുപ്പീസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്ക് എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പെട്ടെന്ന് പോകാൻ തോന്നിയില്ല. പിന്നെ നമ്മൾ വിസിറ്റേഴ്സിന് ഫ്രീ ആണ്, അതും എല്ലാ സ്ഥലത്തും നമുക്ക് കയറാൻ പറ്റില്ല. വിസിറ്റേഴ്സിന് അതിനൊരു റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോൾ അവിടെ ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ സൈഡിലൊരു ലേഡി, ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അവിടെ ഒരു ലേഡി ഇരുന്ന് പിയാനോ വായിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ചില ആളുകളൊക്കെ ആ കാണുന്ന സ്ഥലത്താണ് അവിടെ പിയാനോ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് അതൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത്ര ഭംഗിയാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ. എവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നുള്ള ആലോചനയിലായിരുന്നു ഞാൻ.